ഹായ് ഓൾ, വെൽക്കം ബാക്ക്. പിന്നെ ഞാൻ വന്നിട്ടുള്ളത് കടച്ചക്ക വെച്ചിട്ടുള്ള ഒരു ചിപ്സിൻ്റെ റെസിപ്പി ആയിട്ടാണ് കേട്ടോ. അപ്പോൾ ഇപ്പോൾ കടച്ചക്കൻ്റെ ഒരു സീസണാണ്. അപ്പോൾ മാർക്കറ്റിലായാലും ഇപ്പോൾ ധാരാളമായിട്ട് കടച്ചക്കൊക്കെ കിട്ടുന്നുണ്ട്. പിന്നെ കടച്ചക്കൻ്റെ മരമൊക്കെ വീട്ടിലുണ്ടെങ്കിൽ ഇപ്പോൾ അതിമേലൊക്കെ നിറയെ കായൊക്കെ ഉണ്ടാകുന്ന ഒരു സമയമാണിത്. അപ്പോൾ നമ്മൾ ഏത്തക്കായ വെച്ചിട്ട് ചിപ്സ് ഉണ്ടാക്കാറുണ്ട്, അതുപോലെ തന്നെ ചക്ക വെച്ചിട്ടൊക്കെ ചിപ്സ് ഉണ്ടാക്കാറുണ്ട്. അപ്പോൾ അതിനേക്കാളൊക്കെ നല്ല ടേസ്റ്റാണ് ഈ കടച്ചക്ക വെച്ചിട്ടുള്ള ചിപ്സ്. അപ്പോൾ നമുക്ക് എങ്ങനെയാണിത് തയ്യാറാക്കുക എന്നുള്ളതൊന്ന് കണ്ടു നോക്കാം. അപ്പോൾ അത് ചിപ്സ് തയ്യാറാക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു പകുതി കടച്ചക്ക എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതൊന്ന് മുറിച്ചിട്ട് ഇതിൻ്റെ ഈ ഒരു നടുവിലുള്ള ഭാഗവും കളയണം, അതുപോലെ തന്നെ തൊലിയും കളയാം. ഇതിൻ്റെ ബാക്കി പീസായിട്ട് ഞാൻ ഇന്നലെ കറി വെച്ചു കേട്ടോ. അപ്പോൾ നമ്മൾ ചിക്കൻ മസാലയൊക്കെ ഇട്ടിട്ട് കടച്ചക്കൻ്റെ കറി വെക്കുകയാണെങ്കിൽ ചപ്പാത്തിയുടെ കൂടെയൊക്കെ കഴിക്കാൻ നല്ല കോമ്പിനേഷനാണ്. അപ്പോൾ ഇതിൻ്റെ പകുതി ഞാൻ പിന്നെ ഫ്രിഡ്ജിൽ വെച്ചതായിരുന്നു. അതാണ് കേട്ടോ ഇതിൻ്റെ തൊലി ഇങ്ങനെ കളറ് മാറിയിട്ടിരിക്കുന്നത്, ഫ്രിഡ്ജിൽ വെച്ചതുകൊണ്ടാണ്. ഇപ്പോൾ എല്ലാ പീസും ഇവിടെ തൊലിയൊക്കെ കളഞ്ഞ് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഞാനിത് നന്നായിട്ടൊന്ന് കഴുകിയിട്ടും കൂടി ഉണ്ട് കേട്ടോ. അപ്പോൾ ഈ വെള്ളം ഒന്ന് പോകാൻ വേണ്ടിയിട്ട് ഒരു ടിഷ്യൂ വെച്ചിട്ടോ അല്ലെങ്കിൽ ഒരു കിച്ചൺ ടവൽ വെച്ചിട്ടൊക്കെ ഒന്ന് തുടച്ചെടുക്കാം. അപ്പോൾ മുഴുവനായിട്ടുള്ള കടച്ചക്കയാണെങ്കിൽ മൊത്തത്തിൽ തൊലി ചെത്തി കളഞ്ഞിട്ട് ഉടനെ തന്നെ അങ്ങോട്ട് കഴുകിയാൽ മതി മുറിക്കുന്നതിന് മുമ്പ്. അപ്പോൾ ഉള്ളിലേക്കൊന്നും വെള്ളം കയറില്ല. ഇതിപ്പോൾ ഞാൻ കഷ്ണം മുറിച്ച് വെച്ചതായതുകൊണ്ടാണ് കഴുകിയിട്ട് പിന്നെ തുടച്ചെടുക്കുന്നത്. ഇനി നമുക്കിതൊന്ന് കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ ഞാനിവിടെ ഇതുപോലൊരു സ്ലൈസർ വെച്ചിട്ടാണ് കേട്ടോ ഇത് സ്ലൈസ് ചെയ്തെടുക്കുന്നത്. അപ്പോൾ നമ്മൾ പച്ചക്കായൊക്കെ സ്ലൈസ് ചെയ്തെടുക്കുന്നത് പോലെ തന്നെ നേരത്തെ നമ്മൾ ചിപ്സിൻ്റെ റെസിപ്പിയൊക്കെ കാണിച്ചിട്ടുണ്ടായിരുന്നില്ലേ, അതുപോലെ തന്നെ ചെയ്യാം. അപ്പോൾ ചെറുതായിട്ടൊരു കനത്തിൽ വേണം കേട്ടോ, പറ്റ നൈസാക്കിയിട്ട് സ്ലൈസ് ചെയ്തെടുക്കേണ്ട. അപ്പോൾ നമ്മൾ പൊരിച്ച് കഴിഞ്ഞാൽ ഇത് പൊടിഞ്ഞു പോകും. അപ്പോൾ ഒരു പാകത്തെ തിക്നെസ്സിൽ നമ്മൾ ചിപ്സിൻ്റെയൊക്കെ ആ ഒരു കട്ടിയിൽ ഇതുപോലെ സ്ലൈസ് ചെയ്തെടുത്താൽ മതി. അപ്പോൾ ഇത് പെട്ടെന്ന് തന്നെ സ്ലൈസ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് പറ്റും. അപ്പോൾ ഞാനിത് പൊരിക്കാൻ വേണ്ട എണ്ണ അവിടെ അടുപ്പത്ത് ചൂടാവാനായിട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതെല്ലാം ഇവിടെ ഞാൻ സ്ലൈസ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഞാൻ ചെറിയൊരു ബൗൾ എടുത്തിട്ടുണ്ട്. അതിലേക്ക് 1 ടീസ്പൂൺ ഉപ്പും 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടി ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഉപ്പ് കുറച്ച് കൂടുതലായിട്ട് നിന്നോട്ടെ, എന്നാലും നമ്മൾ ഇത് ഒരു വെള്ളത്തിൽ മിക്സ് ചെയ്തിട്ട് പൊരിക്കുന്ന സമയത്ത് ചിപ്സൊക്കെ പൊരിക്കുന്നത് പോലെ തന്നെ ആ ഒരു എണ്ണയിലേക്ക് ഒഴിച്ചു കൊടുക്കാനുള്ളതാണ്. അപ്പോൾ ആവശ്യത്തിന് മഞ്ഞ കളറിന് വേണ്ട മഞ്ഞൾപ്പൊടിയും ഉപ്പിന് വേണ്ട ഉപ്പൊക്കെ ഇട്ട് കൊടുത്തിട്ട് ഇതിലേക്കൊരു 1-2 ടേബിൾ സ്പൂൺ വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് ഒന്നങ്ങ് മിക്സ് ചെയ്തെടുക്കാം. ഇനി ചൂടായിട്ടുള്ള എണ്ണയിലേക്ക് നമ്മൾ സ്ലൈസ് ചെയ്ത് വെച്ചിട്ടുള്ള കടച്ചക്ക ഇട്ട് കൊടുക്കാം. അപ്പോൾ നന്നായിട്ട് ചൂടായിട്ടുണ്ടെങ്കിൽ പിന്നെ ഒരു മീഡിയം ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് ഫ്രൈ ചെയ്തെടുക്കുക കേട്ടോ. എന്നിട്ട് നന്നായിട്ടൊന്ന് വെന്ത് വന്നതിന് ശേഷം ഹൈ ഫ്ലെയിമിൽ ഇട്ട് വെക്കാം. ഇപ്പോൾ ഞാനിതൊരു ലോ ഫ്ലെയിമിലാണ് ഇട്ട് വെച്ചിട്ടുള്ളത്, കാരണം എണ്ണ നന്നായിട്ട് ചൂടായിട്ടുണ്ട്. ഇപ്പോൾ അതാ കടച്ചക്കൻ്റെ പീസുകളൊക്കെ എണ്ണയുടെ മുകൾ ഭാഗത്ത് ഇങ്ങനെ പൊങ്ങി നിൽക്കുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെ വന്നാൽ ഇതിൻ്റെ ഉള്ളൊക്കെ വെന്തിട്ടുണ്ട് എന്നാണ്. ഇനി നമുക്ക് ഹൈ ഫ്ലെയിമിൽ ഇട്ടിട്ട് തന്നെ ഇതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇതുപോലെ കുറച്ച് നേരം ഹൈ ഫ്ലെയിമിൽ ഇട്ട് വെച്ചാൽ നല്ല ക്രിസ്പി ആയിട്ടുള്ള ഒരു സൗണ്ട് കേൾക്കും. ഇതുപോലെ നമ്മൾ ഇളക്കി കൊടുക്കുമ്പോൾ ആ ഒരു സമയത്ത് നമുക്കിതിലേക്ക് നമ്മൾ മിക്സ് ചെയ്ത് വെച്ചിട്ടുള്ള മഞ്ഞൾപ്പൊടിയും ഉപ്പും ചേർത്തിട്ടുള്ള ആ ഒരു വെള്ളം 1-2 ടീസ്പൂൺ ചേർത്ത് കൊടുത്തിട്ട് ഒന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇനി ഹൈ ഫ്ലെയിമിൽ ഇട്ടിട്ട് ഒന്നങ്ങ് ഇളക്കി കൊടുക്കുക. ഇപ്പോൾ ഇത് നല്ല ക്രിസ്പിയായി വന്നിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്കിത് കോരിയെടുക്കാം. അപ്പോൾ ഞാനൊന്ന് പൊട്ടിക്കാൻ വേണ്ടിയിട്ട് എടുത്ത് നോക്കിയതാണ്. അപ്പോൾ ഇത് നല്ല ചൂടുണ്ടായതുകൊണ്ട് പൊട്ടിക്കാനൊന്നും പറ്റുന്നില്ല. ഇനി നമുക്കിത് കോരിയെടുക്കാം. ഇനി നമുക്ക് ബാക്കിയുള്ളതും കൂടി ഇതുപോലെ തന്നെ പൊരിച്ചെടുക്കാം. ഇപ്പോൾ ഇതാ മുഴുവൻ ചിപ്സും ഞാനിവിടെ പൊരിച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതാ നമ്മുടെ നല്ല ക്രിസ്പി ആയിട്ടുള്ള കടച്ചക്ക ചിപ്സ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഈ മഴ സമയത്ത് നല്ല ചൂടുള്ള കട്ടൻ ചായൻ്റെ കൂടെയൊക്കെ കഴിക്കാൻ സൂപ്പറാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ കടച്ചക്കൊക്കെ ഉണ്ടെങ്കിൽ ഇതുപോലെയൊക്കെ തയ്യാറാക്കി വെക്കുകയാണെങ്കിൽ നമുക്ക് ആവശ്യമുള്ള സമയത്തൊക്കെ എടുത്ത് കഴിക്കാവുന്നതാണ്, കേടൊന്നും വരില്ല. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു റെസിപ്പി ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, അതുപോലെ ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. പിന്നെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബും കൂടെ ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ ഇനി മറ്റൊരു നല്ല റെസിപ്പിയുമായിട്ട് അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.